പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. +2 തുല്യതയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. നീ ഒരിക്കലും ഇഷ്ടപ്പെടാതിരുന്ന ആ മരം പൊട്ടിയില്ലേ? ആരുടേതാണ് ഈ വാക്കുകൾ? ജീവൻ്റെ വഴി എന്ന ചെറുകഥയിലെ കഥാകൃത്തിൻ്റെ വാക്കുകളാണ് ഇത്. ഭാര്യയോടാണ് ഇങ്ങനെ പറയുന്നത്. നീ ഒരിക്കലും ഇഷ്ടപ്പെടാതിരുന്ന ആ മരം പൊട്ടിയില്ലേ? ഏത് മരമാണ്? മുരിങ്ങാ മരത്തെക്കുറിച്ചാണ് ഭാര്യയോട് ഭർത്താവ് പറയുന്ന വാക്കുകളാണ്. കഥയുടെ പേര് ജീവൻ്റെ വഴി. ടി പത്മനാഭൻ്റെ ചെറുകഥയാണ് ഇത്. 2 സ്വപ്നദർശികൾ എന്ന രചന ആരുടേതാണ്? ഗ്രേസിയുടെ ചെറുകഥാ സമാഹാരമാണ് 2 സ്വപ്നദർശികൾ. ഗ്രേസിയുടെ ചെറുകഥാ സമാഹാരം. ഈ ചെറുകഥാ സമാഹാരത്തിലെ ഒരു ചെറുകഥയാണ് ഗൗളിജന്മം എന്നത്. നായയുടെ യജമാന സ്നേഹം പ്രകടമാകുന്ന 2 സന്ദർഭങ്ങൾ എഴുതുക. രക്ഷപ്പെടുത്താൻ വള്ളമെത്തിയപ്പോൾ വള്ളത്തിൽ കയറാതെ അനക്കം കേട്ട ദിക്കിലേക്കാണ് നായ പോയത്. രക്ഷപ്പെടുത്താൻ വള്ളമെത്തിയപ്പോൾ വള്ളത്തിൽ കയറാതെ അനക്കം കേട്ട ദിക്കിലേക്ക് നായ പോയി. പുരക്കകത്തേക്ക് ഒരു നീർക്കോലി കയറിയപ്പോൾ അവൻ ക്രൂരനായിരുന്നു. വാഴക്കുല മോഷ്ടിക്കാൻ വന്ന കള്ളനെ കടിച്ച് പരിക്കേൽപ്പിക്കുന്നു. കയ്യിൽ കെട്ടിയിരിക്കുന്ന രാഗിയെ കവി എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? സ്ത്രീയുടെ ചൂഴ്ന്നെടുത്ത ഞരമ്പിനോട്. കയ്യിൽ കെട്ടിയിരിക്കുന്ന രാഗിയെ കവി സ്ത്രീയുടെ ചൂഴ്ന്നെടുത്ത ഞരമ്പിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ONV കുറുപ്പിൻ്റെ പെങ്ങൾ എന്ന കവിതയിലെ വരികളാണ്. അപരാനം എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവ് ആര്? ONV കുറുപ്പ്. അപരാനം എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവാണ് ONV കുറുപ്പ്. പെങ്ങൾ എന്ന കവിത അപരാനം എന്ന കാവ്യസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സ്ഫടിക പാത്രം പോലെ പൊട്ടിച്ചിതറിയത് എന്താണ്? നിശബ്ദ ദുഃഖം പേറി പടിയിറങ്ങുന്ന പെൺകുട്ടിയുടെ മൗനമാണ് സ്ഫടിക പാത്രം പോലെ പൊട്ടിച്ചിതറിയത്. നിശബ്ദ ദുഃഖം പേറി പടിയിറങ്ങുന്ന പെൺകുട്ടിയുടെ മൗനമാണ് സ്ഫടിക പാത്രം പോലെ പൊട്ടിച്ചിതറിയത്. ബാല്യകാലത്ത് കുടുംബത്തിൽ നിന്ന് APJ അബ്ദുൽ കലാമിന് ലഭിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? അമ്മയിൽ നിന്ന് നന്മയിലേക്കുള്ള വിശ്വാസം. APJ അബ്ദുൽ കലാമിൻ്റെ അമ്മയിൽ നിന്ന് നന്മയിലേക്കുള്ള വിശ്വാസവും ആഴമേറിയ ദയയും ലഭിക്കുന്നു. അതുപോലെ പിതാവിൽ നിന്ന് സത്യസന്ധതയും അച്ചടക്കബോധവും. പിതാവിൽ നിന്ന് ലഭിച്ചത് സത്യസന്ധതയും അച്ചടക്കബോധവുമാണ്. സഹോദരങ്ങളായിട്ടുള്ള ജലാലുദ്ദീനും സംസുദ്ദീനും ഒത്ത് ചെലവഴിച്ച കാലഘട്ടം ബാല്യകാലത്തെ നല്ല അനുഭവങ്ങളായിരുന്നു. അടുത്ത ചോദ്യം, ശിവസുബ്രഹ്മണ്യ അയ്യർ ആരായിരുന്നു? APJ അബ്ദുൽ കലാമിൻ്റെ അധ്യാപകനായിരുന്നു ശിവസുബ്രഹ്മണ്യ അയ്യർ. അദ്ദേഹം APJ അബ്ദുൽ കലാമിൻ്റെ സയൻസ് അധ്യാപകനായിരുന്നു. അതേസമയം തന്നെ ഒരു വിപ്ലവകാരിയായിരുന്നു. വിവിധ പശ്ചാത്തലത്തിലുള്ളവർ തമ്മിൽ ഇടപഴകാൻ കഴിയും വിധം സാമൂഹികമായ വേലിക്കെട്ടുകൾ പൊളിക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിരുന്നു. ശിവസുബ്രഹ്മണ്യ അയ്യർ ഒരു വിപ്ലവകാരിയായിട്ടുള്ള അധ്യാപകനായിരുന്നു. വിവിധ പശ്ചാത്തലത്തിലുള്ളവർ തമ്മിൽ ഇടപഴകാൻ കഴിയും വിധം സാമൂഹികമായ വേലിക്കെട്ടുകൾ പൊളിക്കാൻ അദ്ദേഹം തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിരുന്നു. ഗ്രാമീണ കലകൾ വിളിച്ചോതുന്നത് എന്താണ്? നമ്മുടെ സാംസ്കാരിക പൈതൃകമാണ് ഗ്രാമീണ കലകൾ വിളിച്ചോതുന്നത്. കിരണാവലി എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവ് ആര്? ഉള്ളൂർ. കിരണാവലി എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവാണ് ഉള്ളൂർ. താഴെ തന്നിരിക്കുന്നവയിൽ S ജോസഫിൻ്റെ രചന ഏത്? ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു, ജീവൻ്റെ വഴി, നരകവാതിൽ. ഉത്തരം ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു. S ജോസഫിൻ്റെ രചനയാണ് ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു. കൊല്ലിക്കയത്രേ നിനക്ക് രസമടോ? ഗാന്ധാരി ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ശ്രീകൃഷ്ണൻ. കൊല്ലിക്കയത്രേ നിനക്ക് രസമടോ? ഗാന്ധാരി ഇങ്ങനെ ആരോടാണ് പറഞ്ഞത്? ശ്രീകൃഷ്ണൻ. വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥയിലെ കഥാപാത്രം ഏത്? ചേന്നപ്പറയൻ. വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലെ കഥാപാത്രമാണ് ചേന്നപ്പറയൻ. കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും. ഇങ്ങനെ ഉപദേശിച്ചത്
തള്ളക്കോഴി. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും. ഇങ്ങനെ ഉപദേശിച്ചത് തള്ളക്കോഴി. അവളില്ലാണ്ട് ഇനിയൊരു ജീവിതം ഇല്ല, പോവാണെങ്കിൽ രണ്ട് പേരും ഒന്നിച്ചേയുള്ളൂ. ഈ വരികളിൽ പ്രകടമാകുന്നത് എന്ത്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആത്മബന്ധം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആത്മബന്ധമാണ്. പുഴ കടന്ന് മരങ്ങൾക്കിടയിലേക്ക് ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? കഥാസമാഹാരം. പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് കഥാസമാഹാരം. മാതൃത്വത്തിൻ്റെ പ്രതീകം ആരാണ്? നായ, തള്ളക്കോഴി, ആൺകൗളി. തള്ളക്കോഴി. മാതൃത്വത്തിൻ്റെ പ്രതീകമാണ് തള്ളക്കോഴി. രണ്ട് സ്വപ്നദർശികൾ ആരുടെ രചനയാണ്? ഗ്രേസി. രണ്ട് സ്വപ്നദർശികൾ ആരുടെ രചനയാണ്? ഗ്രേസി. ശരിക്കും എന്താ സൂക്കേടെന്ന് ഇവിടെ നിന്നാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു. ആരുടെ വാക്കുകളാണ്? ഖാദർ സാഹിബിൻ്റെ വാക്കുകളാണ്. ശരിക്കും എന്താ സൂക്കേടെന്ന് ഇവിടെ നിന്നാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇത് ഖാദർ സാഹിബിൻ്റെ വാക്കുകളാണ്. അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വെച്ച് വളർത്തിയെന്നാലും ഇവിടെ പരാമർശിക്കുന്ന അമ്മ തള്ളക്കോഴിയാണ്. അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വെച്ച് വളർത്തിയെന്നാലും ഇവിടെ പരാമർശിക്കുന്ന അമ്മ തള്ളക്കോഴി. ഗാന്ധാരി വിലാപം എന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത് മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീ പർവ്വത്തിൽ നിന്നാണ്. ഗാന്ധാരി വിലാപം എന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത് മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീ പർവ്വത്തിൽ നിന്നാണ്. പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് ആരുടെ രചനയാണ്? ടി പത്മനാഭൻ. പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് ടി പത്മനാഭൻ്റെ രചനയാണ്. മണ്ണിൻ്റെ വളക്കൂറ് കുറയുന്നതിൻ്റെ പ്രധാന കാരണമായി കണ്ടെത്തുന്നത് അമിതമായ രാസവള പ്രയോഗം. മണ്ണിൻ്റെ വളക്കൂറ് കുറയുന്നതിന് പ്രധാന കാരണം അമിതമായിട്ടുള്ള രാസവള പ്രയോഗം. പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആരുടെ രചനയാണ്? ടി പത്മനാഭൻ. പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭൻ. കർണൻ്റെ വേൽ പ്രയോഗത്താൽ നീലമല പോലെ വീണ് കിടക്കുന്നത് ഗഡോൽക്കച്ചൻ. കർണൻ്റെ വേൽ പ്രയോഗത്താൽ നീലമല പോലെ വീണ് കിടക്കുന്നത് ഗഡോൽക്കച്ചൻ. ആരും പണിയാത്ത വലിയ വീട്ടിൽ താമസിക്കുന്നവരാണ് നാടോടികൾ. ആരും പണിയാത്ത വലിയ വീട്ടിൽ താമസിക്കുന്നവരാണ് നാടോടികൾ. കാറ്റ് തിന്ന് കഴിയുന്ന വർഗം ആരാണ്? പാമ്പ്. കാറ്റ് തിന്ന് കഴിയുന്ന വർഗം പാമ്പ്. കാറ്റ് തിന്ന് കഴിയുന്ന വർഗമാണ് പാമ്പ്. അടുത്ത ചോദ്യം, തിരുവാതിരപ്പാട്ട് രചയിതാക്കളിൽ പ്രമുഖനാരാണ്? ഇരയമ്മൻ തമ്പി. തിരുവാതിരപ്പാട്ട് രചയിതാക്കളിൽ പ്രമുഖനാണ് ഇരയമ്മൻ തമ്പി. മച്ചാട് ലയത്തും തിരുവാതിരക്കളിപ്പാട്ടുകാരിൽ പ്രമുഖനായ ഒരു എഴുത്തുകാരനാണ്. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? അഗ്നിച്ചിറകുകൾ. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. ഉദ്ബോധനം എന്ന കവിതയിൽ നട്ടെല്ല് വളക്കാതെ എന്ത് ചെയ്യണമെന്നാണ് കവി പറയുന്നത്? ധീരനായി മുന്നോട്ട് ചാടിക്കുതിക്കാൻ. ധീരനായി മുന്നോട്ട് ചാടിക്കുതിക്കാനാണ് കവി പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായി വിശേഷിപ്പിക്കുന്നത് മാധ്യമങ്ങളെയാണ്. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായി വിശേഷിപ്പിക്കുന്നത് മാധ്യമങ്ങളെ. മുരിങ്ങ എളുപ്പത്തിൽ പൊട്ടുന്ന മരമാണ്, വീടിനരികെ അത് നടരുത് എന്ന് പറഞ്ഞത് കഥാകൃത്തിൻ്റെ ഭാര്യ. മുരിങ്ങ എളുപ്പത്തിൽ പൊട്ടുന്ന മരമാണ്, അത് വീടിനരികെ നടരുത് എന്ന് പറയുന്നത് കഥാകൃത്തിൻ്റെ ഭാര്യ. ജീവിതപ്പോരിൽ അപജയം സംഭവിച്ചത് സോദരന്. ജീവിതപ്പോരിൽ അപജയം സംഭവിച്ചത് സോദരന്. ഒരു നായയുടെ ദയനീയ അന്ത്യം ചിത്രീകരിക്കുന്ന തകഴിയുടെ ചെറുകഥ ഏത്? വെള്ളപ്പൊക്കത്തിൽ. ഒരു നായയുടെ ദയനീയ അന്ത്യം ചിത്രീകരിക്കുന്ന തകഴിയുടെ ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ. പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ട് കുതിക്കാനുള്ള പ്രചോദനമാകുന്ന ഉള്ളൂരിൻ്റെ കവിത ഏത്? ഉദ്ബോധനം. പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ട് കുതിക്കാനുള്ള
പ്രചോദനമാകുന്ന ഉള്ളൂരിൻ്റെ കവിതയാണ് ഉദ്ബോധനം. കുഞ്ഞേ തുള്ളാൻ സമയമില്ലിപ്പോൾ എന്ന് തള്ളക്കോഴി കുഞ്ഞിനോട് പറയുന്നതിൻ്റെ കാരണമെന്താണ്? കാഞ്ഞ വെയിലത്ത് കാല് പൊള്ളുന്നതിനാലാണ് കുഞ്ഞേ തുള്ളാൻ സമയമില്ല എന്ന് തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനോട് പറയുന്നത്. മാളത്തിൽ എത്തി നോക്കിയ മൂത്ത കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്? മാളത്തിൽ എത്തി നോക്കിയ നിന്റെ മൂത്തവർ മടങ്ങി വന്നില്ല. തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനോട് പറയുകയാണ്, മാളത്തിൽ എത്തി നോക്കിയ നിന്റെ മൂത്തവർ മടങ്ങി വന്നില്ല എന്ന്. സൂക്കേട് വന്നതുകൊണ്ട് ആമിനുമ്മക്കുണ്ടായ ഗുണമെന്താണ്? താമസിച്ചിരുന്ന മലമൂടിനപ്പുറം പുറം ലോകം കണ്ടിട്ടില്ലാത്ത സ്ത്രീയായിരുന്നു ആമിനുമ്മ. താമസിച്ചിരുന്ന മലമൂടിനപ്പുറം പുറം ലോകം കണ്ടിട്ടില്ലാത്ത സ്ത്രീയായിരുന്നു ആമിനുമ്മ. പുറം ലോകം കാണാനും നിരവധി പേരെ പരിചയപ്പെടാനും സാധിച്ചത് രോഗം വന്നതുമൂലമാണ്. പുറം ലോകം കാണാനും നിരവധി പേരെ പരിചയപ്പെടാനും സാധിച്ചത് ഈ ക്യാൻസർ രോഗം വന്നതിനാലാണ്. ഖാദർ സാഹിബ് കേൾക്കാൻ ആഗ്രഹിച്ച മറുപടി എന്തായിരുന്നു? തൻ്റെ ഭാര്യയായ ആമിനുമ്മക്ക് ഒരു കുഴപ്പവുമില്ല എന്ന മറുപടിക്കായിട്ടാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. തൻ്റെ ഭാര്യയായ ആമിനുമ്മക്ക് ഒരു കുഴപ്പവുമില്ല എന്ന വാർത്ത കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. 55-ന് ഖാദർ സാഹിബിൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണ്? ഖാദർ സാഹിബും ആമിനുമ്മയും ദാമ്പത്യം തുടങ്ങിയിട്ട് 55 വർഷങ്ങൾ തികഞ്ഞിരുന്നു. അവരുടെ ദാമ്പത്യം തുടങ്ങിയിട്ട് 55 വർഷമായിരുന്നു. ഡോക്ടർ ഗംഗാധരൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ പേരെന്താണ്? ജീവിതമെന്ന അത്ഭുതം. ജീവിതമെന്ന അത്ഭുതം ഡോക്ടർ ഗംഗാധരൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്. മുരിങ്ങയിൽ കായ് പിടിക്കുമ്പോൾ കഥാകാരൻ ചെയ്തിരുന്നത് എന്താണ്? മുരിങ്ങാക്കായ്കൾ പറിച്ച് സഞ്ചിയിലാക്കി അടുത്തും അകലെയുമുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൊണ്ടു കൊടുക്കുമായിരുന്നു. മുരിങ്ങാക്കായ്കൾ പറിക്കുകയും അത് സഞ്ചിയിലാക്കി തൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഒരു ചെറുമരത്തിൻ്റെ വീഴ്ചയിൽ വേദനിക്കുന്ന മനുഷ്യൻ്റെ കഥ പറയുന്ന ടി പത്മനാഭൻ്റെ ചെറുകഥ ഏതാണ്? ജീവൻ്റെ വഴി. ഒരു ചെറുമരത്തിൻ്റെ വീഴ്ചയിൽ വേദനിക്കുന്ന മനുഷ്യൻ്റെ കഥ പറയുന്ന ടി പത്മനാഭൻ്റെ ചെറുകഥയാണ് ജീവൻ്റെ വഴി. നാടോടികളും വീട്ടുകാരും എന്ന കവിതയിലെ 8 കാലികൾ എന്ന പദത്തിൻ്റെ പ്രയോഗ ഭംഗി കണ്ടെത്തുക. വീടിനുള്ളിൽ വലകെട്ടി ചുണ്ടിൽ വിഷം നിറച്ചുകൊണ്ട് ഇണയെ കാത്തിരിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങളെയാണ് 8 കാലി കൊണ്ട് സൂചിപ്പിക്കുന്നത്. വീട്ടിനുള്ളിൽ വലകെട്ടി ചുണ്ടിൽ വിഷം നിറച്ചുകൊണ്ട് ഇണയെ കാത്തിരിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങൾ. മറ്റൊരു ചോദ്യം, വെയിൽ ചൂടിച്ച ജീവിതം എന്ന പ്രയോഗത്തിൻ്റെ ഭംഗി എന്താണ്? തീയിൽ കുരുത്തത് വെയിലേറ്റ് വാടില്ല. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. തീവ്ര ജീവിതാനുഭവങ്ങളുള്ളവർക്ക് ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥതയുണ്ടാവില്ല. നാടോടികളുടെ ജീവിതം തീയിൽ കുരുത്തതാണ്. അവർ വെയിലത്ത് വാടില്ല. അപ്പം തീവ്രമായ ജീവിതാനുഭവങ്ങൾ ഉള്ളവർക്ക് ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാവുകയില്ല. നാടോടികളുടെ വീടിൻ്റെ പ്രത്യേകത എന്താണ്? നാടോടികൾക്ക് സ്വന്തമായി വീടില്ല. അവർ തെരുവിലാണ് കഴിയുന്നത്. ആരും പണിയാത്ത വലിയ വീട്ടിലാണ് നാടോടികൾ താമസിക്കുന്നത്. അതായത് പ്രകൃതിയിലാണ് അവർ താമസിക്കുന്നത്. ആരും പണിയാത്ത വലിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവർക്ക് സ്വന്തമായി വീടുകളില്ല. അവർ പുൽത്തട്ടിയിലാണ് ഇരിക്കുന്നത്. അവരുടെ യാത്രകളെല്ലാം തന്നെ വളയമുരുട്ടിക്കൊണ്ടാണ്. നാടോടികൾ വളയമുരുട്ടിക്കൊണ്ട് അലയുന്നവരാണ്. അവരെ നമ്മൾ കള്ളന്മാരെന്നാണ് വിളിക്കുന്നത്. അതേസമയം വീട്ടുകാർ സ്വയം പണിത ചെറിയ വീടുകളിൽ കഴിയുന്നു. അവരുടെ വീടിന് മേൽക്കൂരയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്ത്. ഇതെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും A+ കിട്ടാൻ പ്രാർത്ഥനയോടെ നിർത്തുന്നു. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.